കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തുടർച്ചയായ ഭരണം ജനാധിപത്യ സംവിധാനത്തിന് ദോഷം ചെയ്യും. അത് മാറി മാറിയുള്ള ഭരണമാണ് എല്ലാ കാലത്തും ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്താൻ നല്ലതെന്നാണ്. ഇപ്പോൾ മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിനോട് കെ സച്ചിദാനന്ദൻ ഇങ്ങനെ ഒരു പ്രസ്താവന. സച്ചിദാനന്ദനൊരു കവിയും ചിന്തകനുമായിട്ടൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. കവിതയൊക്കെ എഴുതാറുണ്ട്. അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി പരിചയമുണ്ട്. ഡൽഹിയിലായിരുന്നു അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഡിക്റ്റിം പോലൊന്നും അവതരിപ്പിക്കാൻ പാടില്ല. തുടർച്ചയായി ഭരണം ഉണ്ടാകുന്ന അപകടകരമാണ്. അങ്ങനെ സിദ്ധാന്തം അവതരിപ്പിക്കാൻ പറ്റുമോ? സച്ചിദാനന്ദൻ്റെ ആ സിദ്ധാന്തം തെറ്റാണ്. തുടർച്ചയായി ഭരണം ഉണ്ടായാൽ എങ്ങനെയാണ് ചെയ്യാൻ? തുടർച്ചയായി ഭരണം ഉണ്ടാകുമ്പോൾ അഹങ്കരിച്ചാലാണ്, അതിനെ മിസ്യൂസ് ചെയ്താലാണ്. ആ അധികാരമുള്ള പാർട്ടിക്കകത്ത് കടന്നു കയറി ആൻറ്റി സോഷ്യൽസ് കാര്യം സാധിക്കുമ്പോഴാണ് ജനപിന്തുണ പോകുന്നത്. നേരെ ഭരിച്ച വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. സച്ചിദാനന്ദൻ പറഞ്ഞു അങ്ങനെ സോഷ്യലിസം തെറ്റാണെന്ന് അയാൾ പറയുന്നത്. സോഷ്യലിസം ഒറ്റ പാർട്ടിയുടെ ഭരണമാണ്. അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയിൻ കാഴ്ചപ്പാട്, നിഷ്കളങ്കമായ ഒരു കാഴ്ചപ്പാട് എന്നേ പറയാൻ പറ്റും. സഖാവ്, ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള എൻ്റെ ചോദ്യം, ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങാൻ സഖാവ് തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിൽക്കുന്നത്? തയ്യാറായി നിൽക്കുന്നില്ല. കാരണം സ്ഥാനാർത്ഥി ആവണമെങ്കിൽ പാർട്ടി മെമ്പറായ ഞാൻ ആവണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കുന്നതിന് തയ്യാറാണ്, ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ ഒരു മാസം മുമ്പായിരുന്നു ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്. പാർട്ടി തീരുമാനിച്ചാൽ മത്സരം നല്ല മെജോറിറ്റി കയറ്റുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മെജോറിറ്റി ആയിരുന്നു തന്നെ. പക്ഷേ പാർട്ടി പറഞ്ഞ് വേണ്ട എന്താ. ഒന്നാമതായി ജയസാധ്യതയുള്ളവരെ മാത്രമേ നിർത്താവൂ. സ്ഥാനാർത്ഥി നമ്പർ 1 ആരായാലും. ഇഷ്ടക്കാരെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല, ജയിക്കത്തില്ല. ഇവിടെ 9-ൽ 8-ഓ 7-ഓ എങ്കിലും കിട്ടിയില്ലെങ്കിൽ അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാനും പ്രയാസം വരില്ല. ആലപ്പുഴ സുപ്രധാനമാണ്. ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. ഇപ്പം ടേമൊക്കെ എന്ന് പറഞ്ഞാൽ 2 ടേം പറഞ്ഞു, മൂന്നാമത്തെ ടേമല്ലേ ഐസക്കോടെ പോയി മത്സരിച്ച 3ആയില്ലേ തുടർച്ചയായിട്ട്. അപ്പോൾ ടേം എന്ത് ചെയ്യും? വെരി സെറ്റ് ആരിപ്പോൾ 4ാമത്തെ തവണയല്ലേ മത്സരിച്ചു ഈ പാർലമെൻറ്റ്. 2 പാർലമെൻറ്റ്, 3 അസംബ്ലി, 5 തവണ. ആ തവണ ഇവിടെ പോയി. അതിലൊന്നും തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പം ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. തീരുമാനം എടുക്കണം. തീരുമാനം പാർട്ടി എടുത്തതായതുകൊണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അല്ല നമ്മൾ കുറച്ച് നിയമങ്ങളും തത്വങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒന്നും കാലത്തെ അതിജീവിക്കില്ല. അതെല്ലാം വിശാല മനസ്സ് വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.